ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു മെയിൽ വന്നിട്ടുണ്ടാകും നിങ്ങളുടെ ഹാൻഡിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ യൂട്യൂബിൽ പുതുതായി വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ് ഹാൻഡിൽ എന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹാൻഡിൽ ഇതായിരിക്കും നമ്മുടെ ചാനൽ URLലും റിഫ്ലക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഹാൻഡിൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഹാൻഡിൽ നെയിം, അതായത് നമുക്ക് വേണ്ട നെയിം എല്ലാം ഓൾറെഡി ആരെങ്കിലും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലഭിക്കില്ല. അതിനാൽ തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ഒരു മെയിൽ റിസീവ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സെറ്റിങ്സ് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ XYZ എന്നാണ് നിങ്ങളുടെ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ URLലും XYZ എന്ന് തന്നെയാണ് റിഫ്ലക്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുക. ഹാൻഡിൽ എന്താണ് എന്നതിനെക്കുറിച്ച് ഞാനൊരു ഔട്ട്ലൈൻ തരാം. മറ്റുള്ളവർക്ക് നമ്മളെ കണ്ടെത്താനുള്ള പുതിയ ഒരു മെത്തേഡാണ് ഹാൻഡിൽ. അപ്പോൾ ഹാൻഡിൽ നെയിം യൂസ് ചെയ്ത് അവർക്ക് നമ്മളെ കണ്ടെത്താനും നമ്മളുമായി കണക്ട് ചെയ്യാനെല്ലാം സാധിക്കും. ചാനൽ നെയിം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ചാനൽ നെയിം ഒരുപോലെയുള്ള ചാനൽ നെയിം എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഹാൻഡിൽ നെയിം ഇത് ഒരു ക്രിയേറ്റേഴ്സിന് ഒന്ന് മാത്രമാണ് കിട്ടുക. അതായത് ഒരു യുണീക്ക് ഐഡന്റിഫയർ ആണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഒരാൾക്ക് അസൈൻ ചെയ്ത ഹാൻഡിൽ മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല. അതിനാൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാൻഡിൽ നെയിം മറ്റേതെങ്കിലും ക്രിയേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നിലവിൽ നിങ്ങളുടെ ചാനലിന്റെ ഹാൻഡിൽ നെയിം ഇത് മറ്റുള്ളവർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ URL എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹാൻഡിൽ നെയിം ഇപ്പോൾ നിങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ ഹാൻഡിൽ നെയിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റം വരുത്താൻ സാധ്യമല്ല. അതിനാൽ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന മെയിലിൽ നിന്നും എങ്ങനെയാണ് ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യുന്നത് എന്ന് ഇവിടെ കാണിക്കാം. മെയിലിൽ നിന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ ചാനലിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ, അത് ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിലെല്ലാം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് ഹാൻഡിൽ നെയിം സെലക്ട് ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഹാൻഡിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് എനിക്ക് വന്നിരിക്കുന്ന മെയിൽ. ഇവിടെ ചൂസ് എ ഹാൻഡിൽ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. അതിനാൽ ഓപ്പൺ ആപ്പ് എന്ന് കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഹാൻഡിലിനെ കുറിച്ചെല്ലാം വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഹാൻഡിൽ റിസർവ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് നിവേദ് ആക്കപ്പറമ്പിൽ എന്ന URL ആണ് ഞാൻ ഈ ഒരു ചാനലിന് നേരത്തെ കൊടുത്തിരുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതേ ഹാൻഡിൽ നെയിം യൂസ് ചെയ്യാം. അല്ല എങ്കിൽ എനിക്കിവിടെ ചേഞ്ച് ഹാൻഡിൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ചേഞ്ച് ഹാൻഡിൽ എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ വന്നിരിക്കുന്നത് നിവേദ് ആക്കപ്പറമ്പിൽ എന്നാണ്. ഇതാണ് എൻ്റെ ചാനൽ നെയിം. അതിനാൽ തന്നെ ഞാൻ ഈ ഹാൻഡിൽ നെയിം ചേഞ്ച് ചെയ്യുന്നില്ല. എനിക്ക് ഇതേ നെയിം തന്നെയാണ് ഹാൻഡിൽ നെയിമായി വേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ നെയിമിന് പകരമായി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഞാൻ ഇവിടെ ഇതേ നെയിം കൊടുത്ത്, അതുകൊണ്ട് തന്നെ യു ആർ സക്സസ്ഫുള്ളി സെലക്റ്റഡ് യുവർ ഹാൻഡിൽ എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡിൽ നെയിം നിവേദ് ആക്കപ്പറമ്പിൽ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഹാൻഡിൽ നെയിം പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്